ഹായ് ഗൈസ്, നമസ്കാരം. നിങ്ങളെല്ലാവരും തന്നെ ഇന്നൊരു ന്യൂസ് കണ്ടു കാണും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഫോർവേഡ് മെസ്സേജ് ആയിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി അയച്ചു തന്നു കാണും. എന്താ സംഭവം എന്ന് വെച്ചാൽ നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി. അതായത് ഫെബ്രുവരി 1 മുതൽ ഇനി നോട്ടില്ല, ഡിജിറ്റൽ കറൻസി, ഡിജിറ്റൽ പണമിടപാട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് RBI പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ഈ വാർത്ത ഫോർവേഡ് ചെയ്യുന്നവർ, പത്രത്തിൽ കണ്ടവരോടല്ല ഈ പറയുന്നത്, ഈ ഫോർവേഡ് ചെയ്യുന്നവരോട് ഈ ചോദിക്കാനുള്ളത്, നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ് ഇത് ഫോർവേഡ് ചെയ്യുന്നത്? ഒരുപാട് ഗ്രൂപ്പിൽ ഞാനിത് വന്നേക്കുന്നുണ്ട്. നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ് ഫോർവേഡ് ചെയ്യുന്നത്? ഇത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ ഒരു പരസ്യമാണിത്. പത്രത്തിൽ കൊടുക്കുന്ന പരസ്യമാണ്. ഈ പത്രത്തിൽ വന്ന പരസ്യത്തിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിൽ തന്നെ പറയുന്നുണ്ട് ഇത് മാർക്കറ്റിംഗ് ഫീച്ചർ ആണെന്ന്. അത് മനസ്സിലാക്കാത്തവർക്ക് ജസ്റ്റ് താഴെ നോക്കുമ്പോൾ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ ഇത് കൊടുത്തിട്ടുണ്ട്. 2050 പുറത്തിറങ്ങാൻ പോകുന്ന പത്രം എങ്ങനെ ഇരിക്കുമെന്ന് അവർ ജസ്റ്റ് ഒന്ന് ഡെമോ അടിച്ച് നോക്കിയതാണിത്. അത് പോട്ടെ, അതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന പരസ്യത്തിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കണേ. 24 ജനുവരി 2050 തിങ്കളെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്താൻ വേണ്ടി എൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് ടെസ്ല വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കേരളത്തിലെ ഹെഡ്, ജെയിൻ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഹെഡ് അങ്ങ് UK ടെസ്ല വരെ. ആ ടെസ്ല കഴിഞ്ഞ ദിവസം കണ്ടാണ്, ബൈജു നായരുടെ ഷൂട്ടിന് പോയപ്പം ആ ടെസ്ല കണ്ടാണ് അവരോട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവർ കൊടുത്തൊരു പരസ്യം മാത്രമാണ്. ചുമ്മാ വെച്ച് നോട്ടില്ല, എനിക്ക് കറൻസി ഇല്ല. ഈ ഫോർവേഡ് മരവന്തന്മാരുടെ വിചാരം എന്നറിയോ, ഞാനാണ് ഈ നാട്ടിലെ വിവരങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് നിങ്ങളെയൊക്കെ അറിയിക്കുന്നത് എന്നുള്ള ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഞാൻ എന്താണ് ഫോർവേഡ് ചെയ്യുന്നത്? ആ വാർത്ത വായിച്ചു നോക്കി തന്നെ അറിയത്തില്ലേ? ഇതിൽ ഇങ്ങനെയൊക്കെ ഒരു കറൻസി ഇല്ലാണ്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു കുറച്ചൊക്കെ എന്താ പറയുക, RBI എന്ന് പറയുന്നതല്ല, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മളെ അങ്ങോട്ട് ഒട്ടും ഇല്ലാണ്ടാക്കി കളയൂ. ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യടേ. ചുമ്മാ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയാലും കാരണം പറഞ്ഞ് അയച്ചുകൊണ്ടിരിക്കാണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അയച്ചു തന്നിട്ടുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഈ വീഡിയോ കൂടി അയച്ചു കൊടുക്കും കേട്ടോ.